നമസ്കാരം. ആത്മകഥ എഴുതി അങ്ങനെ പുലിവാല് പിടിച്ച ഇ.പി. ജയരാജൻ ഇപ്പോൾ ജീവചരിത്രം എഴുതി തുടങ്ങിയിരിക്കുകയാണോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. മറ്റാരുടെയുമല്ല, പാലക്കാട് ഇടതുപക്ഷ സ്ഥാനാർത്ഥി പി സരിൻ്റെ ഒരു ജീവചരിത്രം എഴുതിയാൽ കൊള്ളാമെന്ന് എന്തോ ഇ.പി. ജയരാജൻ്റെ ഉള്ളിലൊരു തോന്നൽ. അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ ഈ പണ്ട് പറഞ്ഞതിനെയൊക്കെ അങ്ങ് വിഴുങ്ങിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മളറിയാവുന്ന പോലെ ആ പുസ്തകത്തിൽ വന്നതിനെ പലതിനെയും വിഴുങ്ങിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പി സരിൻ്റെ ഒരു ജീവചരിത്രം തന്നെ മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയായിരുന്നു. ഒരുപക്ഷെ ഈ പി സരിൻ എന്ന് പറയുന്ന ആളിനെ കോൺഗ്രസ് പാർട്ടിയിൽ എത്തിയ കാലഘട്ടത്തിൽ കോൺഗ്രസ്സുകാർ പോലും ഇത്രത്തോളം പുകഴ്ത്തിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. അതല്ലെങ്കിൽ പി സരിൻ പങ്കെടുത്ത ഏതെങ്കിലും ഒരു അനുമോദന ചടങ്ങിൽ പി സരിനെ അവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് അതിൻ്റെ സംഘാടകരാരെങ്കിലും ഈ രീതിയിൽ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ, അനുമോദിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. കാര്യം അത്രത്തോളം മനോഹരമായ വാക്കുകൾ കൊണ്ടാണ് നിങ്ങൾ അദ്ദേഹവുമായി കുറച്ച് അടുത്തിടപഴകണം, അല്ലെങ്കിൽ അദ്ദേഹത്തോട് കുറച്ചു നേരം സംസാരിക്കുമ്പോഴേ അദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സിലാവുകയുള്ളൂ. ഇതേക്കുമ്പോൾ വള്ളത്തോളിൻ്റെ അതിവിശിഷ്ടമായ വരികളാണ് ഓർമ്മ വരുന്നത്, അല്ലേ? എല്ലാവരുടെയും ഒരുമിച്ച് കാണണമെങ്കിൽ ചെല്ലുവിൻ നിങ്ങളൻ ഗുരുവിൻ നികടത്തിൽ എന്നാണല്ലോ പറഞ്ഞത്. മഹാത്മാഗാന്ധിയെ കുറിച്ചായിരുന്നു പക്ഷെ വള്ളത്തോൾ പറഞ്ഞത്, സരിനെ കുറിച്ചായിരുന്നില്ല. ആ രീതിയിൽ വള്ളത്തോളിനെ അനുസ്മരിപ്പിക്കുന്ന വിധമുള്ള പല പ്രയോഗങ്ങളും അദ്ദേഹം നടത്തി. നിങ്ങൾ അദ്ദേഹത്തോട് അല്പസമയം സംസാരിക്കുമ്പോൾ മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ഗുണമെന്താണ് എന്ന്. അദ്ദേഹം ഏറ്റവും സഹനശക്തിയുള്ള ആളാണ്, അദ്ദേഹം സാധാരണക്കാരുടെ ദൈവമാണ്, അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇത്രത്തോളം പുകഴ്ത്തി, എത്രത്തോളം പുകഴ്ത്താമോ അത്രത്തോളം പുകഴ്ത്തി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇ.പി. ജയരാജൻ. ഇ.പി. ജയരാജൻ്റെ ആ ഒരു പത്രസമ്മേളനം കേട്ട് കഴിഞ്ഞാൽ തന്നെ ചെയ്യാത്തവർ പോയി പി സരിന് വോട്ട് ചെയ്തിരിക്കും. ഇനി ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ബാക്കിയുള്ള മണ്ഡലങ്ങളിലുള്ളവരും കൂടി ചിന്തിക്കും, അയ്യോ ഇതുപോലൊരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾക്ക് വേണം. അപ്പോൾ ഈ 140 മണ്ഡലങ്ങളിലും പി സരിനെ നിർത്താൻ പറ്റാത്ത ഗതികേട് കൊണ്ട് ചിലപ്പോൾ പാർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റു പലരെയും നിർത്തിയെന്നിരിക്കും. കാര്യം അത്രത്തോളം വിശിഷ്ടനായ ഒരു വ്യക്തിയാണ് പി സരിൻ എന്നുള്ള തരത്തിലാണ് ഇ.പി. ജയരാജൻ പറഞ്ഞു വെക്കുന്നത്. കാര്യം വേറൊന്നുമല്ല, ഇതിന് കുറച്ച് 2 ദിവസം മുന്നേ തന്നെ, ഇന്നലെ തന്നെ ഈ പി സരിനെ സ്ഥാനാർത്ഥിയാക്കിയത് പാർട്ടിയുടെ ഏറ്റവും തെറ്റായ തീരുമാനമായി പോയി എന്നുള്ള തരത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞ ഒരു പുസ്തകത്തിൻ്റെ രൂപത്തിൽ പുറത്തിറങ്ങുകയുണ്ടായി, ചില PDF-കളായിട്ട്. അതിനെക്കുറിച്ചും അദ്ദേഹത്തിന് പറയാനുണ്ട്. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂന്നേ, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള അവകാശം എനിക്ക് മാത്രമാണ്. അതിനു മുൻപ് എന്തിന് DC അതെടുത്ത് കൊടുത്തു? DC-യുമായോ അല്ലെങ്കിൽ മറ്റൊരു പ്രസാധകരുമായോ യാതൊരു ബന്ധവും എനിക്കില്ല, അവർക്കാർക്കും കൊടുത്തിട്ടേ ഇല്ല. മാസങ്ങളായി ഞാൻ ഈ പുസ്തകത്തിൻ്റെ പിന്നാലെയാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ആ പുസ്തകത്തിൽ വരാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. മാധ്യമങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടുന്നു ഇക്കാര്യം പറഞ്ഞിട്ട്. ഒന്നാലോചിച്ച് നോക്കിയാൽ കഴിഞ്ഞ 2023 അവിടെ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ വിവരം മാധ്യമങ്ങൾ പുറത്തുവിടുന്നു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ചൊടിപ്പിച്ചു, അദ്ദേഹത്തെ ഏറ്റവും വലിയ കുറ്റക്കാരനാക്കി മാറ്റി, പാർട്ടി വഞ്ചകനാക്കി മാറ്റി. അത് മാധ്യമങ്ങളായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ചെറുതുരുത്തിയിൽ പിടിച്ച പണം, ഇതിൽ ഇടപാട് ഇദ്ദേഹത്തിനും കൂടിയുണ്ട് എന്ന് അനിൽ അക്കരെ എവിടെയോ പറഞ്ഞിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും മാധ്യമങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഒരിക്കലും പ്രസിദ്ധീകരിക്കാത്ത ഒരു പുസ്തകം, താൻ എഴുതി തീർക്കാത്ത ഒരു പുസ്തകം, പാർട്ടിയുടെ അനുമതിയോട് കൂടിയേ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാവൂ, വിദേശ യാത്രകൾ നടത്താവൂ. ആ സാഹചര്യത്തിൽ പാർട്ടിയുടെ അനുമതി പോലും വാങ്ങിയിട്ടില്ല, പിന്നെ എങ്ങനെ ഈ പുസ്തകം പുറത്തേക്ക് വന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇവിടെ DC ബുക്സിന് അതിൻ്റെ കരാർ കൊടുത്തിട്ടില്ല. അതുപോലെ പലരുമായി ചർച്ചകൾ, മാതൃഭൂമിയുമായും ഈ പറയുന്ന DC ബുക്സുമായി ചർച്ചകൾ മാത്രമേ നടന്നിട്ടുള്ളൂ, ആർക്കും അനുമതി കൊടുത്തിട്ടില്ല. പിന്നെ ഇങ്ങനെ ഈ പുസ്തകം പുറത്തു വന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇക്കാര്യത്തിൽ താൻ ഒരു കേസുമായി മുന്നോട്ട് പോവുകയാണെന്ന് DGP-ക്കടക്കം പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ പി സരിനെ പുകഴ്ത്തിയ കാര്യം പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ പറയുന്ന മറ്റൊരു കാര്യം, ഇദ്ദേഹം ഒരു വിശ്വസ്തനായ ഒരു വ്യക്തിയാണ് ഇത് എഴുതാനായി കൊടുത്തിരിക്കുന്നത്. അതായത് ഇതെല്ലാം ഒന്ന് പ്രിന്റ് ചെയ്ത് നേരെയാക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വിശ്വസ്തനായ ഒരാളുടെ കയ്യിലാണ് DTP എടുക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഇനി അദ്ദേഹം വശം ഇത് പുറത്തേക്ക് പോയോ എന്നൊരു ആശങ്ക, അത് പരിശോധിക്കണമെന്ന് ഈ വിശ്വസ്തനോട് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ എവിടെയോ ഒരു കോൺട്രാഡിക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു പരസ്പര വൈരുദ്ധ്യം ഫീൽ ചെയ്യുന്നു. മറ്റൊന്നും കൊണ്ടല്ല, താൻ അങ്ങനെ എഴുതിയിട്ടേ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇ.പി. ജയരാജൻ പറയുന്നു തൻ്റെ പുസ്തകത്തിൽ അങ്ങനെ ഒരു ഭാഗമില്ല എന്ന് പറയുന്നു. ഇത് ഏതെങ്കിലും വശം ഏതെങ്കിലും കൗശലക്കാരിത് ചോർത്തി കൊടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ എന്തിനാണ് ഈ വിശ്വസ്തനോട് പറഞ്ഞത്? ഇതിങ്ങനെ എങ്ങനെ പുറത്തുപോയി എന്നതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഇദ്ദേഹത്തോട് പറഞ്ഞെന്തിന്?
അതിൻ്റെ അർത്ഥം അങ്ങനെ ഞാൻ എഴുതിയിട്ടില്ല എന്ന് വയ്ക്കുക. അപ്പം അങ്ങനെ എഴുതാത്തൊരു കാര്യം പുറത്തു വരുമ്പോൾ അത് മറ്റാരോ ഗൂഢാലോചന പ്രകാരം ചെയ്താവാനേ തരമുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അപ്പം ഈ എഴുതിക്കൊണ്ടിരിക്കുന്ന അല്ലെ DTP എടുക്കുന്ന ഒരാളോട് അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ? കാര്യം ഞാൻ അങ്ങനെ എഴുതിയിട്ടില്ല. അതല്ലെങ്കിൽ DTP എടുക്കാനായി നിയോഗിച്ച ആൾ മറ്റാരുടെയോ വിശ്വസ്തനായിരിക്കണം, EP ജയരാജൻ്റെ മാത്രമല്ല. അതായത് EP ജയരാജനെ ഇവിടെ നിന്ന് തെറിപ്പിക്കാൻ വേണ്ടി, കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് അടക്കം തെറിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഏതോ ഒരാളുടെ വിശ്വസ്തൻ കൂടിയായിരിക്കണം EP ജയരാജൻ്റെയും വിശ്വസ്തൻ. വേണമെങ്കിൽ അവിടെ നടക്കാൻ പോകാൻ സാധ്യതയുള്ളൊരു കാര്യം, EP ജയരാജൻ ഒരുപക്ഷെ നിഷ്കളങ്കമായി താൻ എഴുതി വെച്ചു, എന്നാൽ EP ജയരാജനെ കൊടുക്കണം, പാർട്ടിയിലെ ഒരു നയവഞ്ചകനാക്കി EP ജയരാജനെ ചിത്രീകരിക്കാൻ ഒരാൾക്ക് താല്പര്യമുണ്ട് എന്ന് വയ്ക്കുക. അതാരുമായിക്കോട്ടെ, X or Y, അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ പറയുന്ന ആളിനെ സ്വാധീനിക്കാം. അങ്ങനെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് EP ജയരാജൻ എഴുതാത്ത പല കൂട്ടിച്ചേർക്കലുകളും ഇതിനുള്ളിൽ നടത്തുകയും ചെയ്യാം. അങ്ങനെ അതൊരു PDF ഫോർമാറ്റിലേക്കും ഒരു മുഖപുസ്തകം അല്ലെങ്കിൽ കവർ പേജും ഒക്കെ ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ പൊതുജന മധ്യത്തിൽ ചർച്ചയ്ക്കായി ഇട്ടുകൊടുക്കാം. ഇങ്ങനെ രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ EP ജയരാജൻ തന്നെ എഴുതി കൊടുത്തതായിരിക്കാം കാര്യങ്ങൾ. DC പറയുന്നതനുസരിച്ച് 10 മാസത്തിന് മുമ്പ് പ്രൂഫ് എഡിറ്റ് ചെയ്ത് കണ്ടതിന് ശേഷം, പ്രൂഫ് വായിച്ചു നോക്കിയതിന് ശേഷമാണ് ഞങ്ങൾ തുടങ്ങിയതെന്നാണ് DCയുടെ ഒരു പറച്ചിൽ. എന്നാൽ കാര്യം DC രവി ഇപ്പോൾ സ്ഥലത്തില്ല, അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ നടപ്പില്ല. പക്ഷേ 10 മാസത്തിന് മുമ്പ് അങ്ങനെയാണെങ്കിൽ പ്രൂഫ് റീഡ് ചെയ്തൊരു സാധനത്തിൽ എങ്ങനെയാണ് P സരിനുമായി ബന്ധപ്പെട്ട കാര്യം വരുന്നത്? കാര്യം P സരിൻ അതിനകത്ത് 10 മാസത്തിന് മുമ്പ് P സരിൻ ഫ്രെയിമിലേ ഇല്ല. ഇപ്പോഴല്ലേ P സരിൻ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടല്ലേ P സരിൻ്റെ പേര് CPM-നോടൊപ്പം ചേർത്ത് വായിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയില്ല. ഒരു പക്ഷേ ഇതിനകത്ത് സംഭവിക്കാൻ ഇടയുള്ള ഒരു സാഹചര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ വിശ്വസ്തന്മാരെ ഒന്നും അത്ര വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് എന്ന് തന്നെ EP ജയരാജൻ മനസ്സിലാക്കേണ്ടി വരും. കാര്യം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം EP ജയരാജൻ ഇപ്പോൾ ഒരു പല്ല് കൊഴിഞ്ഞ സിംഹമാണ്, അത് പറയാതിരിക്കാൻ തരമില്ല. EP ജയരാജനെ കൊണ്ട് ഇനിയും പാർട്ടിക്ക് വേണ്ടി, കാര്യം 75 വയസ്സാകാൻ പോകുന്നു, അതോടുകൂടി EP ജയരാജൻ പാർട്ടിയുടെ പുറത്തേക്ക് പോകണം. ഈ പാർലമെന്ററി രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ ഔദ്യോഗിക രാഷ്ട്രീയത്തിലോ പാടില്ല, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ 75 വയസ്സായ EP ജയരാജൻ പതുക്കെ പിന്നോട്ടേക്ക് പോകേണ്ടി വരും. ഒന്നാമതേ പ്രായം കൊണ്ട് ക്ഷീണിതൻ, അല്ലാതെ പാർട്ടി ഒരു വശത്ത് നിന്ന് ഈ EP ജയരാജനെ ഒതുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ആലങ്കാരിക പദവിയാണ് സത്യത്തിൽ ഈ LDF കൺവീനർ. LDF കൺവീനറായി ഇരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഒരു നേട്ടവും ഈ കൺവീനർക്കില്ല, വലിയ വലിപ്പവുമില്ല. കാര്യം പാർട്ടിയാണ് വലുത് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് എപ്പോഴും ഈ LDF-നോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്. അവരുടെയൊക്കെ അവസാന വാക്ക് ഇപ്പോൾ TP രാമകൃഷ്ണനെ കൊണ്ടിരുത്തിയിരിക്കുന്നത് അതുകൊണ്ടല്ലേ. അപ്പോൾ ഈ എല്ലാവരുടെയും അവസാന വാക്ക് പാർട്ടി സെക്രട്ടറി പറയുന്നതാണ്. ഈ പാർട്ടി സെക്രട്ടറി ഇപ്പം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയനാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അത് MV ഗോവിന്ദൻ മാഷിനെ അങ്ങനെയാണ് പിണറായി വിജയനാണ് ഭരിക്കുന്നത്. നേരത്തെ തിരിച്ചായിരുന്നു. അതായത് കോടിയേരി ബാലകൃഷ്ണനൊക്കെ പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്തും പിണറായി വിജയൻ തന്നെയായിരുന്നു. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്ന പോലും പാർട്ടി സെക്രട്ടറി തന്നെയായിരുന്നു. അവിടെയാണ് ഒരാളിലേക്ക് തന്നെ പാർട്ടി ചുരുങ്ങുന്നതിൻ്റെ ചില ലക്ഷണങ്ങളാണ് ആ കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന EP ജയരാജൻ്റെ കൺവീനർ സ്ഥാനം എന്ന് പറഞ്ഞാൽ വെറും ആലങ്കാരികമായ ഒരു പദവിയാണ്. അപ്പോൾ അതിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒതുക്കി ഒടുവിൽ MV ഗോവിന്ദൻ മാഷുമായിട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ടായ സാഹചര്യത്തിൽ, അത് ഈ പ്രകാശ് ജാവദേക്കർ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കൂടെ കലങ്ങി തിരിഞ്ഞ് വന്ന സമയത്ത് ഒരു കാര്യം ചെയ്തു, അദ്ദേഹത്തെ അവിടെ ആ പദവിയിൽ നിന്നും അങ്ങ് നീക്കം ചെയ്തു. അതോടുകൂടി അദ്ദേഹം വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയി. പാർട്ടി സെക്രട്ടറി ആവാൻ ഒരു മോഹമുണ്ടായിരുന്ന അദ്ദേഹത്തെ കോടിയേരി ബാലകൃഷ്ണന്റെ മരണശേഷം താനായിരിക്കും പാർട്ടി സെക്രട്ടറി എന്ന് ഉറച്ചു വിശ്വസിച്ച് നടന്ന ഒരാളായിരുന്നു EP ജയരാജൻ. ഒടുവിൽ അദ്ദേഹത്തെ തട്ടി പകരം MV ഗോവിന്ദൻ മാഷിനെ കൊണ്ട് മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ച് ഗോവിന്ദൻ മാഷിനെ പാർട്ടിയുടെ സെക്രട്ടറിയുമാക്കിയതോടുകൂടി അദ്ദേഹത്തിന് മാനസികമായി പാർട്ടിയുടെ അടുപ്പമില്ലാതായി, മാനസികമായി തളർന്നു എന്ന് തന്നെ പറയാം. അതിനുശേഷം പാർട്ടി സംഘടിപ്പിച്ച ഒരു ചടങ്ങുകളിൽ പോലും അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല, ഒരു സമര പരിപാടിയിൽ പോലും പങ്കെടുത്തില്ല. അതിനുശേഷമാണ് ഗവർണർക്കെതിരായി വിദ്യാഭ്യാസ സമരമൊക്കെ നടന്നത്. ആ സമരത്തിലൊന്നും അദ്ദേഹം പങ്കെടുത്തിട്ടേ ഇല്ല. പക്ഷെ ആ സമയത്താണ് ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയെ ആദരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ അദ്ദേഹം തൃപ്പൂണിത്തുറയിൽ പങ്കെടുത്തത്. അത് വലിയ വിവാദമായി മാറുകയും ചെയ്തു. അതിനുശേഷം വന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ്, 2024 നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇദ്ദേഹത്തിനെതിരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉയർന്നു വരുന്നത്, പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത്.
അപ്പൊ ഇങ്ങനെ നിരന്തരം ആരോപണ വിധേയനാക്കപ്പെടുന്ന ഒരാളായി പാർട്ടി തഴയുന്ന ഒരവസ്ഥയിലേക്ക് ഇ പി ജയരാജൻ മാറിക്കൊണ്ടിരിക്കുന്നു. പാലക്കാട് അല്ലെങ്കിൽ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തോ ചേലക്കരയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തോ ഇ പി ജയരാജനെ നമ്മൾ കണ്ടിട്ടേ ഇല്ല. പിന്നെ എന്തിനാണ് പാലക്കാടേക്ക് മാത്രം ഇ പി ജയരാജനെ കെട്ടിയിറക്കിയത് എന്നൊരു ചോദ്യമുണ്ട്. ആർക്കു വേണ്ടിയിട്ടാണ്? തീർച്ചയായും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി നടന്ന ഈ ഒരു വിവാദ പ്രസ്താവന, അല്ലെങ്കിൽ ചേലക്കരയിലും വയനാട്ടിലും തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് വന്ന ഒരു വിവാദപരമായ പ്രസ്താവന, അത് അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കേണ്ടത് പാർട്ടിയുടെ ആവശ്യമാണ്. അത് ഇ പി ജയരാജന്റെ വാക്കുകളായിരുന്നില്ല. പാർട്ടിക്ക് അങ്ങനെ ഒരു അഭിപ്രായം പി സരിന്റെ കാര്യത്തിൽ ഇല്ല എന്ന് വരുത്തി തീർക്കേണ്ടത് പാർട്ടിയുടെ പ്രധാന ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ താൻ പറഞ്ഞ കാര്യങ്ങൾ അപ്പാടെ വിഴുങ്ങിക്കൊണ്ട്, അല്ലെങ്കിൽ എഴുതി വെച്ചു എന്ന് പറയുന്ന കാര്യങ്ങൾ അപ്പാടെ വിഴുങ്ങിക്കൊണ്ട് മറ്റൊരു തരത്തിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ ഏറ്റവും മനോഹരമായ ഒരു ജീവചരിത്രം എഴുതുന്ന പോലെ സരിനെ പുകഴ്ത്തി പറയാൻ വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ട ഒരാളായിട്ട് നമുക്ക് ഇ പി ജയരാജനെ തൽക്കാലം ഈ പാലക്കാട് കാണാൻ കഴിയും. അതാണ് അവസ്ഥ. ഈ സാഹചര്യങ്ങളിലൂടെയാണ് ഇ പി ജയരാജൻ, അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, CPM എന്ന് പറയുന്ന പാർട്ടിയിൽ കേന്ദ്ര കമ്മിറ്റി അംഗമാണെങ്കിൽ പോലും ഒരു പല്ല് കൊഴിഞ്ഞ സിംഹമായി ഇപ്പോൾ ഇ പി ജയരാജൻ അവശേഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇ പി ജയരാജനെ പെട്ടെന്ന് പിടിച്ച് പടിക്ക് പുറത്താക്കി കഴിഞ്ഞാൽ അവിടെ BJP-കാർ നോട്ടം വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞു, TP ചന്ദ്രശേഖരന് പറ്റിയതുപോലെ ഇ പി ജയരാജന് സംഭവിക്കാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കെ സുരേന്ദ്രൻ ഇ പി ജയരാജന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും ഇ പി ജയരാജനെ അങ്ങനെ ഒരു ദുർവിധിക്ക് വിട്ടുകൊടുക്കില്ല. 51 വെട്ടുവെട്ടി അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ പാർട്ടിക്ക് വിട്ടുകൊടുക്കില്ല ഇ പി ജയരാജനെ എന്ന് കെ സുരേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ M M ഹസൻ പറഞ്ഞു, ഇവിടെ ഏത് സമയവും അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയിലേക്ക് കയറി വരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് നേതാക്കന്മാരും, അല്ലെങ്കിൽ ഈ രണ്ടു പേരും, ഒരാൾ കോൺഗ്രസിലേക്ക് ക്ഷണിക്കാൻ നിൽക്കുന്നു, ഒരാൾ എങ്ങനെയെങ്കിലും ഇ പി ജയരാജനെ BJP-യിലേക്ക് കൊണ്ടുവരാനും നിൽക്കുന്നു. ഈ രണ്ട് സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഇ പിയുടെ മുന്നിൽ നിൽക്കുന്നത്. ഇ പി ഏത് തിരഞ്ഞെടുക്കുമെന്നുള്ളത് പിന്നീടത്തെ കാര്യം. തൽക്കാലം ഒരു പാർട്ടി വഞ്ചകനായിരിക്കാൻ ഇ പി ആഗ്രഹിക്കാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗത്തേക്ക് അദ്ദേഹം എത്തിയതും പി സരിനെ കുറിച്ച് നല്ല 4 വാക്ക് പറഞ്ഞതും. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, ഇതിനെ സമഗ്രമായ അന്വേഷണം വേണം, ഒരു ഗൂഢാലോചന എവിടെയും നടന്നിട്ടുണ്ട് എന്നുള്ള തരത്തിൽ മാത്രമാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത്. താൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകമാണ്, ആരുമായും ഇത് പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആരുമായി യാതൊരു കരാറും ഞാൻ കൊടുത്തിട്ടില്ല, ഏറ്റെടുത്തിട്ടില്ല. പിന്നീട് ഇത് എങ്ങനെ പുറത്തായി എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കണം. ഇനി അഥവാ ഇത് ഏതെങ്കിലും കോൺഗ്രസ്സുകാർ ഒരു വലിയൊരു ഗൂഢാലോചന ആ ഭാഗമായി കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണോ ഇതെന്നും ആലോചിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു പുസ്തകം ഇറങ്ങുമ്പോൾ അതിന് ഇടാൻ പറ്റിയ ഒരു തലക്കെട്ട് അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെ പേരാണോ അതെന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കണം. പരിപ്പുവടയും കട്ടൻ ചായയും പിന്നെ കമ്മ്യൂണിസവും എന്ന് പറയുന്ന തരത്തിൽ ഉള്ള ഒരു പേര് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എഴുതുന്ന പുസ്തകത്തിന് ഉണ്ടാകുമോ? ചരിത്രത്തിൽ ഇന്നേ വരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഈ രീതിയിലൊരു പേര് ഇന്ന് വരെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എഴുതിയ ആത്മകഥയിലോ പുസ്തകങ്ങളിലോ ഒന്നും ഉണ്ടായിട്ടില്ല. എവിടെയെങ്കിലും ഒരു സമരത്തിൻ്റെ നാൾവഴികൾ എന്തെങ്കിലും ഒരു സമരമെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു പുസ്തകത്തിൻ്റെ പേരിനോടൊപ്പം കാണും. അപ്പോൾ ഇതിനകത്ത് എവിടെയൊക്കെ ചില കലങ്ങിമറിയലുകൾ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇ പി ജയരാജൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ, അങ്ങനെ എഴുതി വെച്ചിട്ടില്ല എങ്കിലുള്ള കാര്യമാണ് പറയുന്നത്. ഇ പി ജയരാജൻ പറഞ്ഞ പോലെ ശക്തമായൊരു ആസൂത്രണം അതിൻ്റെ പിന്നിലുണ്ടാകും, കൃത്യമായൊരു ഗൂഢാലോചന അതിൻ്റെ പിന്നിലുണ്ടാകും. ഈ ഗൂഢാലോചനയുടെയും ആസൂത്രണത്തിൻ്റെയും പിൻബലത്തിൽ തന്നെയാണ് കൃത്യം തെരഞ്ഞെടുപ്പ്, ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ വേളയിൽ ഇങ്ങനെ ഒരു ബോംബ് പൊട്ടിയത്. പ്രസിദ്ധീകരിക്കാത്ത ഒരു പുസ്തകത്തിൻ്റെ പതിപ്പുകൾ എങ്ങനെ പുറത്തേക്കെത്തി? അതിൻ്റെ PDF ഫയലുകൾ എങ്ങനെ പുറത്തേക്ക് വന്നു? ഇതൊക്കെ കൃത്യമായ ഒരു അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരേണ്ടതാണ്. ഇനിയും ഇത് ഇങ്ങനെ തന്നെ ഇ പി ജയരാജൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഏറ്റവും വലിയ നയവഞ്ചകനാണ്. അതുമല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഒപ്പം നിന്ന് ഒറ്റിയ ഒരു വിശ്വസ്തനുണ്ട്. ആ വിശ്വസ്തനിൽ സ്വാധീനമുള്ള ബാക്കി എത്ര പേർ പാർട്ടിക്കുള്ളിലുണ്ട് എന്നുകൂടി അന്വേഷിക്കുക നല്ലതായിരിക്കും. പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇ പി ജയരാജനെ ഒതുക്കാനുള്ള ശ്രമം നടക്കും. അതിന് ഒരുപാട് സാധ്യതകളും ഒരുപാട് കാരണങ്ങളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 3 തരത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടി വരും. ഒന്ന്, കോൺഗ്രസ്സുകാരുടെ കളിയാണെന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. 2, ഇ പി ജയരാജൻ സ്വയമേവ അത് എഴുതിയതാണ് എന്നുള്ള കാര്യം, പാർട്ടിക്ക് വേണ്ടി ഇത് മാറ്റി പറയുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടി വരും. 3ാമത്തെ കാര്യം, പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇ പി ജയരാജൻ്റെ വിശ്വസ്തനെ സ്വാധീനിച്ചുകൊണ്ട് ആരോ കളിച്ച കളിയാണ് ഇത് എന്നും നമുക്ക് ചിന്തിക്കേണ്ടി വരും.
പക്ഷേ ഇതുവരെ DC അതിനെ തള്ളി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അവർ പറയുന്നത് ഇപ്പോഴും പ്രൂഫ് റീഡ് ചെയ്ത് കൊടുത്തിരുന്നു എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. എന്തു തന്നെയാണെങ്കിലും ഇതൊരു പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, പാർട്ടി ഒതുങ്ങിക്കൂടാതെ പാർട്ടിയുടെ അടുത്ത വരുംകാലങ്ങളിൽ ഉണ്ടാകുന്ന ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും ഇതിൽ സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യമാണ്. ഇനി അഥവാ ഈ EPയുടെ അനുമതിയില്ലാതെ DC ബുക്സ് തന്നെ ഇത് പുറത്തിറക്കിയെങ്കിൽ അതിനുള്ള നിയമ നടപടിയും DCക്കെതിരായി ഉണ്ടാകേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.